അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെള്ളയപ്പം മുട്ടക്കറിയും എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. കുക്കിംഗ് പകുതി ആയപ്പോഴാണ് അത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ആദ്യം സബോളയും പച്ചമുളകും നല്ലപോലെ വാട്ടിയെടുക്കുക. അപ്പുറത്ത് തന്നെ മുട്ട പുഴുങ്ങാനായി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളയപ്പത്തിനേക്കുള്ള മാവ് തയ്യാറാക്കി വെച്ചതാണ്. സബോള നന്നായി അത്യാവശ്യം വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആവശ്യത്തിന് മാത്രം മതി കേട്ടോ. ഇവ മൂന്നും കൂടി നല്ലപോലെ വാടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും അത്യാവശ്യത്തിന് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കാനായി മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആവശ്യപ്രകാരം മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും ചേർത്ത് മാറ്റി വയ്ക്കുക. ഇനി വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം അതൊന്ന് തിരിച്ച് ശരിയാക്കി കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടക്കറി ഒഴിക്കുക. അപ്പോൾ നമ്മളുടെ രാവിലത്തെ അതിരുചികരമായ വെള്ളയപ്പവും മുട്ടക്കറി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്.